ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാ രസവാഹിനി, അധ്യായം 6, ഭാഗം 3. താമസിയാതെ അവർ സരയൂ തീരത്തെത്തി. സൂര്യൻ അസ്തമിക്കാൻ തയ്യാറാവുകയാണ്. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ വിളിച്ച് മൃദുവും മധുരവുമായ വാക്കുകൾ പറഞ്ഞു. വത്സന്മാരെ, താമസിക്കാതെ നദീതടത്തിലേക്ക് പോയി കൈകാലികൾ കഴുകി വരൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 മന്ത്രങ്ങൾ ഉപദേശിക്കാം. ഇവ മന്ത്രങ്ങളുടെ മകുടരത്നങ്ങളാണ്. ബല എന്നും അതിബല എന്നുമാണ് അവയുടെ പേര്. അവയ്ക്ക് ഏറ്റവും അധികം മന്ത്രശക്തിയുണ്ട്. നിങ്ങൾ എത്ര ക്ഷീണിച്ചാലും ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് നവോന്മേഷം പ്രദാനം ചെയ്യും. നിങ്ങൾ എത്ര കഠിനമായി അധ്വാനിച്ചാലും നിങ്ങളെ തളർച്ചയിൽ നിന്നും പരിപൂർണമായി തടയും. നിങ്ങൾക്കൊരു രോഗവും വരാൻ ഈ മന്ത്രങ്ങൾ അനുവദിക്കുകയില്ല. എല്ലാ രാക്ഷസീയ ശക്തികളിൽ നിന്നും അവ നിങ്ങളെ സംരക്ഷിക്കും. മാത്രമല്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചാൽ വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല. അത്യധികം ആരോഗ്യം നൽകുകയും ചെയ്യും. അവ നിങ്ങളിൽ ആനന്ദവും ഉന്മേഷവും ചൊരിയും. ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തും. രാമ, മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഈ മന്ത്രങ്ങൾ. അവ ഇതര മന്ത്രങ്ങളെക്കാൾ ഉജ്ജ്വലവും ഉദ്ദിഷ്ടഫലദായകവുമാണ്. വിശ്വാമിത്രൻ വളരെ നേരത്തോളം ഈ മന്ത്രങ്ങളുടെ മഹിമയെപ്പറ്റി രാമലക്ഷ്മണന്മാരോട് വിസ്തരിച്ചു. രാമനോട് ഇതൊന്നും പറയേണ്ടതുണ്ടായിരുന്നില്ല. അത്ഭുതത്തോടെ അവർ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഇതിനിടയ്ക്ക് ലക്ഷ്മണൻ ഉള്ളിൽ ചിരിയോടുകൂടി മഹർഷിയെയും രാമനെയും സൂക്ഷ്മവീക്ഷണം നടത്തുകയായിരുന്നു. ധർമ്മ സംസ്ഥാപനത്തിനായി രാമൻ അവതരിച്ചിട്ടുള്ള ലോകത്തിൽ ഈ സംഭവം നല്ലൊരു പാഠമാണ്. വാക്കുകളെ കൊണ്ടല്ലാതെ പെരുമാറ്റം കൊണ്ട് രാമൻ പഠിപ്പിച്ച ഒരു പാഠമാണിത്. എത്ര സമുന്നതനായാലും ഒരുവന് മായയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. അതൊരു നിമിഷം കൊണ്ട് കീഴ്മേൽ മറിക്കും. താൻ ശരീരമാണെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം മായയ്ക്ക് ഇരയുടെ മേലുള്ള പിടി അയഞ്ഞു കാണുകയില്ല. പേരുകൊണ്ടോ പ്രശസ്തി കൊണ്ടോ വൈഭവം കൊണ്ടോ ബുദ്ധി കൊണ്ടോ താൻ അതീതനാകാൻ ശ്രമിക്കുന്ന ആളെ അത് ഭയപ്പെടുത്തുകയില്ല. നാമരൂപങ്ങളെ നിക്ഷേപിക്കുകയും ശരീരബോധത്തിൽ നിന്നും മാറി ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠനാവുകയും ചെയ്യുമ്പോഴല്ലാതെ വ്യക്തിക്ക് മായ അടിച്ചേൽപ്പിക്കുന്ന മിഥ്യാഭ്രമങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധ്യമല്ല. ഇതായിരുന്നു ആ പാഠം. കാരണം ഇത് മനസ്സിലാക്കൂ. വിശ്വാമിത്രന് 2 ശക്തിയുള്ള മന്ത്രങ്ങൾ സ്വാധീനമായിരുന്നു. അദ്ദേഹം വമ്പിച്ച ഒരു ആധ്യാത്മിക നിധി സമ്പാദിച്ചു വച്ചിട്ടുണ്ട്. തനിക്ക് അത് പ്രശസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടെങ്കിലും താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന യജ്ഞത്തെ മുടക്കാൻ ശ്രമിക്കുന്ന രാക്ഷസ സമൂഹത്തെ തോൽപ്പിച്ച് നശിപ്പിക്കുവാൻ രാമനു മാത്രമേ ശക്തിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. രാമൻ്റെ ദിവ്യമായ അതീശത്വത്തിന് നേരെ അന്ധനായിരിക്കത്തക്കവണ്ണം അതിരി കവിഞ്ഞ പുത്രസ്നേഹത്തിനെതിരെ അദ്ദേഹം ദശരഥനെ ഉപദേശിച്ചിട്ടുണ്ട്. സർവ്വലോകത്തിൻ്റെയും രക്ഷകൻ രാമൻ മാത്രമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. രാമന് പ്രാപിക്കുവാൻ സാധിക്കാത്ത വീരത്വത്തിൻ്റെ ഔന്നത്യം ഒന്നുമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാലും സാധാരണ ബാലരെന്ന നിലയിൽ ആ രാജകുമാരന്മാർ തീർച്ചയായും മായയിൽ ബന്ധിക്കപ്പെട്ട വിശ്വാമിത്രൻ മിഥ്യായ ലക്ഷണങ്ങളാൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വ്യാമോഹത്തിന് കീഴടങ്ങിയിരുന്നു. രാമൻ മഹർഷിയുടെ മേൽ മായയുടെ മുറുക്കിപ്പിടുത്തത്തിനുള്ള ശക്തി വെളിപ്പെടുത്തി. കാരണം വിശ്വാമിത്രൻ്റെ മനസ്സ് മായ കൊണ്ട് മൂടിയിട്ട് അദ്ദേഹത്തിന് ഈ മന്ത്രോപദേശ പ്രക്രിയയിലേക്ക് സാഭിമാനം പ്രവേശിക്കാനുള്ള പ്രേരണ നൽകിയത് രാമനായിരുന്നു. വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം രാമനും ലക്ഷ്മണനും നദിയിൽ സ്നാനം കഴിച്ചു വന്നു. മഹർഷി രാമൻ്റെ സമീപം വന്ന് 2 മന്ത്രങ്ങളും ഉപദേശിച്ചു. ആചാര്യൻ ചൊല്ലിയതുപോലെ തന്നെ രാമൻ മന്ത്രം ചൊല്ലി. മന്ത്രം പഠിച്ചാൽ പുതിയ ശിഷ്യൻ ചെയ്യേണ്ട തരത്തിൽ ശിരകമ്പനം ചെയ്തു. ലക്ഷ്മണനും അപ്രകാരം എല്ലാം ചെയ്തു. അവർ വിശ്വാമിത്രൻ്റെ ശിഷ്യന്മാരാവാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന മട്ടിൽ തലകുനിച്ചു. നേരം ഇരുട്ടിത്തുടങ്ങി. നിലത്ത് നിബിഡമായി വളർന്ന പുല്ല് ആ സഹോദരന്മാർ മെത്ത പോലെയാക്കി. അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ വിശ്വാമിത്രൻ അവരുടെ അടുത്ത് വന്ന് പുരാണ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. വളരെ ദൂരം നടന്ന ക്ഷീണത്തിൻ്റെ ഫലമായെന്ന വണ്ണം ഉടനെ കുട്ടികൾ ഉറങ്ങിയെന്ന് തോന്നി. വിശ്വാമിത്രൻ കഥ നിർത്തി. തൻ്റെ വിധിയെയും ലക്ഷ്യത്തെയും സംബന്ധിച്ച് ചിന്തകളിൽ മുഴുകി. നേരം പുലർന്നു. സഹോദരന്മാർ ഉറങ്ങിയ സ്ഥലത്തുള്ള മരത്തിന്മേൽ വിവിധ വർണ്ണങ്ങളുള്ള പക്ഷികൾ വന്നിരുന്നു. അവ രാമലക്ഷ്മണന്മാരെ ഉണർത്തുവാനാണോ എന്ന് തോന്നത്തക്ക വിധം പാടിക്കൊണ്ട് പറന്ന് കളിച്ചു. അന്തരീക്ഷ ഗായകന്മാരുടെ സംഗീതമായി അത് അനുഭവപ്പെട്ടു. പക്ഷേ അതുകൊണ്ടൊന്നും
ഉണർത്തുവാൻ കഴിഞ്ഞില്ല. അതിനാൽ വിശ്വാമിത്രൻ തന്നെ രാമനെ സംബോധന ചെയ്ത് പ്രഭാതമായെന്നറിയിച്ചു. ഉണരൂ, അദ്ദേഹം പറഞ്ഞു. രാമൻ എഴുന്നേറ്റിരുന്നു. ഉറങ്ങുന്ന ലക്ഷ്മണനെ തട്ടിയുണർത്തി ഇരുവരും മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. സരയൂ നദിയിൽ പ്രഭാതത്തിൽ ചെയ്യേണ്ട ശുദ്ധീകരണങ്ങളെല്ലാം ചെയ്ത് കൈത്തലത്തിൽ പുണ്യജലമെടുത്ത് നദീദേവതയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ച് വീണ്ടും നദിയിലേക്ക് ഒഴിച്ചു. അനന്തരം നദിയിൽ സ്നാനം ചെയ്ത് ഗായത്രി മന്ത്രം ഉരുക്കഴിച്ച് സന്ധ്യാകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അവർ വൈകാതെ യാത്രയ്ക്കൊരുങ്ങി കൈകൂപ്പിക്കൊണ്ട് മഹർഷിയുടെ മുമ്പാകെ നിന്നു. വിശ്വാമിത്രൻ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ആശ്രമത്തിലേക്ക് നടക്കുക അല്ലേ? രാമൻ പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ കാത്തിരിക്കുന്നു. അങ്ങനെ അവർ നടന്നു തുടങ്ങി. മഹർഷി മുന്നിലും കുട്ടികൾ പിന്നിലും. അവർ വേഗം തന്നെ സരയൂ ഗംഗയുമായി കൂട്ടിച്ചേരുന്നിടത്ത് എത്തി. സഹോദരന്മാർ പുണ്യനദിയെ നമസ്കരിച്ചു. ആ പരിശുദ്ധ സ്ഥലത്തിൻ്റെ 4 പാടും നോക്കി. ചുറ്റുവട്ടം സ്വർഗീയ സ്പന്ദനങ്ങൾ സർവത്ര വ്യാപിച്ചിട്ടുള്ള ഒരു ആശ്രമം അവർ കണ്ടു. വളരെ പഴക്കമുള്ളതും പുരാതന ബന്ധങ്ങൾ നിറഞ്ഞതുമായ അത് അവരെ ആകർഷിച്ചു. ലക്ഷ്മണൻ മഹർഷിയോട് ചോദിച്ചു, സ്വാമി, ആ പുണ്യാശ്രമത്തിൽ ആരാണ് വസിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഈ അന്വേഷണം കേട്ട് മഹർഷി മന്ദഹസിച്ചു. ഓമനകളെ, പാർവതി പരിണയത്തിന് മുമ്പ് പരമശിവൻ ദിവ്യന്മാരായ ആശ്രിതന്മാരോടുകൂടി ഇവിടെ തപസ് ചെയ്യാൻ വന്നിരുന്നു. ഇവിടെ ഭഗവാൻ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ മന്മഥനെ ചുട്ടുചാമ്പലാക്കി. അവൻ്റെ അംഗനഷ്ടത്തിനാൽ അവൻ അനങ്കൻ എന്ന് അറിയപ്പെട്ടു. അവയവത്തിന് അംഗം എന്നാണ് പേര്. മന്മഥൻ്റെ അംഗങ്ങൾ ഇവിടെ വച്ച് നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ രാജ്യഭാഗം അംഗം എന്നറിയപ്പെടുന്നു. ഇവിടം ഫലഭൂയിഷ്ടമാണ്. ഈ ആശ്രമം മഹാദേവൻ ഉപയോഗിച്ചതാണ്. അതിനാൽ പിന്നെ ശിവഭക്തന്മാർ തുടർന്ന് ഉപയോഗിച്ചു വന്നു. ഒരുത്തരും അവർ അനുഷ്ഠിച്ച ഉഗ്രതപസ്സിൻ്റെ ഫലമായി ശിവനിൽ ലയിച്ചു. അവർ അനുഷ്ഠിച്ച ഉഗ്രതപസ്സിൻ്റെ ഫലമായി ശിവനിൽ ലയിച്ചു. ധാർമ്മിക അവലംബികളായവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നമുക്ക് രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാം. നാളെ ഗംഗാസ്നാനം കഴിഞ്ഞ് യാത്ര തുടരാം. വിശ്വാമിത്രൻ്റെ അഭിപ്രായം കേട്ട് രാമലക്ഷ്മണന്മാർക്ക് സന്തോഷം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അവർ പരിശുദ്ധമായ ഗംഗാനദിയിൽ സ്നാനം ചെയ്തു. ഇതിനിടയിൽ വനാന്തരത്തിലെ ആശ്രമങ്ങളിൽ വാർത്ത പരന്നു. വിശ്വാമിത്രൻ ആഗതനായിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചക്രവർത്തിയുടെ 2 വീരപുത്രന്മാരുണ്ടെന്നും അനേകം പേർ അവരെ സ്വാഗതം ചെയ്യാനും തങ്ങളുടെ ആശ്രമങ്ങളിൽ അവരെ സ്വീകരിക്കുവാനും പാഞ്ഞെത്തി. അന്ന് രാത്രി മഹർഷിയും രാജകുമാരന്മാരും ശ്രീ പരമേശ്വരൻ്റെ ആശ്രമത്തിൽ താമസിച്ചു. അവർ ഫലമൂലങ്ങൾ കഴിച്ചു. താൽപ്പര്യപൂർവ്വം ആശ്രമത്തിലെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്ത കഥകൾ ശ്രദ്ധിച്ചു. ആ ആനന്ദത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൽ സമയം വളരെ വേഗം ഒഴുകിപ്പോയി. നേരം പുലർന്നപ്പോൾ അവർ കുളിയും നിത്യകർമ്മങ്ങളും കഴിച്ച് ആശ്രമവാസികളോട് പ്രേമപൂർവ്വം യാത്ര പറഞ്ഞു പിരിഞ്ഞു. അവർ യാത്ര തുടങ്ങി. ഗുരുവും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് 2 ശിഷ്യന്മാരും. അവർക്ക് ഗംഗാനദി കടക്കേണ്ടതുണ്ടായിരുന്നു. ആ പ്രദേശത്തിലെ ചിലർ അവരെ തോണിയിൽ മറുകരയിലെത്തിച്ചു. അനന്തരം അവർ ഭക്ത്യാദരങ്ങളോടെ യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വിശ്വാമിത്രനെ നമസ്കരിച്ചു. ഈ ആദരവ് വിശ്വാമിത്രനിൽ സംതൃപ്തി ഉളവാക്കി. അവരുടെ അഗാധമായ ഭക്തിയും അർപ്പണബോധവും കണ്ട് വിശ്വാമിത്രന് വളരെ മതിപ്പായി. അദ്ദേഹം അനുഗ്രഹിച്ച് മടക്കി അയച്ചു. ഈ ഘട്ടത്തിൽ കരയിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന അന്തർഭൗമമായ പ്രവാഹത്തിൻ്റെ മുഴക്കം പോലുള്ള ഒരു ശബ്ദം അവരുടെ ശ്രവണപുടങ്ങളെ ഭേദിച്ചു. തിരകളുടെ അറ്റത്ത് വെള്ളനുരയുടെ നീണ്ട ശൃംഖലയോടുകൂടി നദീജലം ചീറുകയും ഉയരുകയും ചെയ്യുന്നത് അവർ കണ്ടു. രാമൻ മഹർഷിയോട് ചോദിച്ചു, ഗുരു, ഇത്ര പെട്ടെന്ന് ശോഭിച്ച വെള്ളപ്പൊക്കം കൊണ്ട് നദീതടം ആകെ നിറഞ്ഞത് എങ്ങനെയാണ്? അവയ്ക്ക് ഇത് വേഗത്തിലും ഉയരത്തിലും എങ്ങനെ പൊങ്ങാൻ കഴിഞ്ഞു? മഹർഷിയും മറുപടി പറഞ്ഞു, ജലസമൃദ്ധവും ശുദ്ധവുമായ സരയു ശാന്തവും നിശബ്ദവുമായ ഗംഗയിൽ പതിക്കുന്നത് ഈ സ്ഥലത്ത് വച്ചാണ്. അതുകൊണ്ടാണ് ഈ മാറ്റുലിയും മുഴക്കവുമൊക്കെ. മഹർഷി ഈ വാക്കുകൾ ഉച്ചരിച്ച് പ്രശാന്തവും അശ്രദ്ധവുമായിട്ടിരുന്നു. അദ്ദേഹത്തിന് ഇതൊരു പരിചിത രംഗം മാത്രം. അദ്ദേഹം തുടർന്നു, രാമ, വളരെ പണ്ട് കാലത്ത് ഒരു ഘട്ടത്തിൽ ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കൈലാസത്തിൻ്റെ സമീപത്ത് ഒരു വലിയ തടാകം രൂപം കൊണ്ടു. ഇത്
ഇത് മാനസ സരോവരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിൻ്റെ തടാകം എന്നാണ്. ദേവന്മാർ അങ്ങനെയാണ് പേരിട്ടത്. മഞ്ഞുരുകുകയും മഴ പെയ്യുകയും ചെയ്യുമ്പോൾ തടാകം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ മാനസ സരോവരത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളമാണ് സരയൂ നദിയായത്. ഇത് അയോധ്യയുടെ അടുത്തുകൂടി ഗംഗയിലേക്ക് ഒഴുകുന്നു. സരയൂ പുണ്യ നദിയാണ്. ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുണ്ടായ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഇതിന് കാരണം. അങ്ങനെ നാട്ടിലെ നദികളുടെയും സ്ഥലങ്ങളുടെയും മേൽ വെളിച്ചം വീശുന്ന വികാരോജ്വലങ്ങളായ കഥകൾ കേട്ടുകൊണ്ടവർ യാത്ര തുടർന്നു. അവർ വൃക്ഷനിബിഡവും അന്ധകാരാവൃതവുമായ ഒരു കാട്ടിലേക്ക് കടന്നു. തികച്ചും ഭയാജനകമായിരുന്നു ആ സ്ഥലം. രാമൻ ഗുരുനാഥനോട് ചോദിച്ചു, എന്തെങ്കിലും മനുഷ്യർ ഇതിൽ കൂടി കടന്നുപോയൊരു അടയാളവും കാണുന്നില്ലല്ലോ? അതിനൊരുത്തരം കിട്ടുന്നതിന് മുമ്പ് ഒരു വലിയ സംഘം മൃഗങ്ങളുടെ, നരി, സിംഹം, പുള്ളിപ്പുലി, പിന്നെയൊരു കൂട്ടം ചെറുമൃഗങ്ങൾ ക്രുദ്ധഹൃദയങ്ങളിൽ നിന്ന് തുടർച്ചയായി പുറപ്പെട്ടുകൊണ്ടിരുന്ന ഘോരമായ ഗർജനം അവരുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തി. ഭൂമി പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. വന്യമൃഗങ്ങൾ പരസ്പരം മാരകമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും ചിലവ ഭീഷണമായ മൃത്യുരംഗത്തിൽ നിന്നും കുറ്റിക്കാട്ടുകളിലേക്ക് ഓടി രക്ഷപ്പെടുന്നതും അവർ കണ്ടു. ആകാശമുട്ടെ അടുത്തടുത്ത് തിങ്ങി ഞെരുങ്ങി വളർന്നു വരുന്നതും ശാഖകൾ നാലുപാടും പരന്ന് നിഴൽ വരിക്കുന്നതുമായ വൻവൃക്ഷങ്ങളുടെ പേരാൽ ദേവദാരു തുടങ്ങിയവയുടെ ആവാസ്ഥാനമായിരുന്നു ആ വനഭാഗം. കാലടികളെ സഹായിക്കുന്ന യാതൊരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല. പോകാനുള്ള വഴി അവർക്ക് സ്വയം തെളിക്കേണ്ടി വന്നു. ലക്ഷ്മണന് ജിജ്ഞാസ അശേഷം അടക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിശ്വാമിത്രനോട് ചോദിച്ചു, ഗുരു, ഈ ഭീകരവനം ആരാണ് ഭരിക്കുന്നത്? ഇതിൻ്റെ പേരെന്താണ്? ഗുരു മറുപടി പറഞ്ഞു, ലക്ഷ്മണ, ഈ കാട് സ്ഥലത്ത് പണ്ട് 2 രാജ്യങ്ങളുണ്ടായിരുന്നു, മാലതയും കരോസയും. അവ ദേവന്മാരുടെ ദേശങ്ങൾ എന്ന പോലെ പ്രശോഭിച്ചു. വാസ്തവത്തിൽ ഈ പ്രദേശം ദേവകളാൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടു വളർത്തപ്പെട്ടതാണ് എന്ന് ജനങ്ങൾ പറഞ്ഞു. അവർ ഈ പ്രദേശത്തെപ്പറ്റി ഒരു കഥയും പറയുന്നുണ്ട്. ഇന്ദ്രൻ വൃതനെ കൊന്നപ്പോൾ അദ്ദേഹം പാപത്തിൻ്റെ ദൂഷ്യഫലം അനുഭവിച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഒരിക്കലും തീർക്കാനോ തൃപ്തിപ്പെടുത്തുവാനോ സാധിക്കാത്ത വിശപ്പിൻ്റെ പ്രശ്നമുണ്ടായി. പരിതാപകരമായ സ്ഥിതിയിൽപ്പെട്ട ഇന്ദ്രനെ മഹർഷിമാർ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് പുണ്യഗംഗയിൽ കുളിപ്പിച്ചു. ആ സ്നാനത്തിന് ശേഷം നിരന്തരമായി സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് ഇന്ദ്രന്റെ ശിരസിൽ ഗംഗാജലം തുടരെ ഒഴിച്ചു. അതോടുകൂടി പാപം തീരെ ഒഴുകിപ്പോയി. ഇന്ദ്രന്റെ വിശപ്പ് കൊണ്ടുള്ള ദുഃഖം അവസാനിച്ചപ്പോൾ ബ്രഹ്മാവ് സന്തുഷ്ടനായി. അങ്ങനെ അദ്ദേഹം ഈ രാജ്യങ്ങൾക്ക് മാലത എന്നും കരോസ എന്നും പേരിട്ടു. നാൻമുഖന്റെ അനുഗ്രഹത്താൽ രാജ്യങ്ങൾ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ധാന്യവും സ്വർണവും കൊണ്ട് 2 രാജ്യങ്ങളും വെട്ടിത്തിളങ്ങട്ടെ എന്ന് എല്ലാവിധത്തിലും സമൃദ്ധിയും ക്ഷേമവും ഉണ്ടാകട്ടെ എന്നും ദേവന്മാർ ഇച്ഛിച്ചു. ഇതിനിടയിൽ താടക എന്ന ക്രൂരയായ ഒരു രാക്ഷസി ഈ പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടു. അവൾ സമ്പുഷ്ടവും സമാധാനപൂർണവുമായ ഈ രാജ്യത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. യക്ഷിയായിരുന്ന അവൾ ഏതു രൂപവും സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അവൾക്ക്. ജനിക്കുമ്പോൾ തന്നെ 1000 ആനകളുടെ ശക്തി അവൾക്കുണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, മാരീചൻ. അവന് ഇന്ദ്രന്റെ ബലവും വീര്യവും ഉണ്ടായിരുന്നു. അമ്മയും മകനും ഇവിടെ അത്യാപത്തുകളും നാശനഷ്ടങ്ങളും വരുത്തി. ആ ദുഷ്ടരാക്ഷസി നിവസിക്കുന്ന കാട് ഇവിടെ നിന്നും 1.5 യോജന ദൂരെയാണ്. മാലത എന്നും കരോസ എന്നും പേരായ ധനപുഷ്ടിയും ക്ഷേമവുമുള്ള ഈ 2 രാജ്യങ്ങളെയും തകർത്ത് ഇന്ന് കാണുന്ന കാടാക്കി മാറ്റിയത് താടകയും മാരീചനുമാണ്. താടകയെ എല്ലാവർക്കും ഭയമാണ്. കൃഷി ചെയ്യുന്നവർ അവൾ സമീപിക്കുമ്പോൾ ഭയചകിതമായി ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കൃഷി ചെയ്യപ്പെടാതെ നിലങ്ങളും കാടുപിടിച്ച് അനാഥമായി തീർന്നു. ജനനിബിഡമായിരുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും ജനവാസം അല്ലാതെയായി നശിച്ചു. മനുഷ്യവാസത്തിൻ്റെ ഒരു ലക്ഷണവും പിന്നീട് ഉണ്ടായിട്ടില്ല. അവളെ ആക്രമിച്ചു പിടിക്കാനോ നശിപ്പിക്കാനോ ആരും ശ്രമിച്ചാലും അവരിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. അവളുടെ കൊള്ളയടി നിർത്താൻ ഒരാളും തന്നെ ഇതേവരെ ധൈര്യപ്പെട്ടിട്ടില്ല. ഇക്കാര്യത്തിൽ കുമാര, നിന്നെ പറ്റിയല്ലാതെ മറ്റാരെപ്പറ്റിയും ചിന്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതെ, എൻ്റെ ഏറ്റവും അഗാധമായ അന്തഃപ്രചോദനം അങ്ങനെ പറയുന്നു. രാമനൊഴിച്ച് മറ്റാർക്കും ഈ അതിപ്രബലയായ രാക്ഷസിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇവർ 2 പേരും ദുഷ്ടരായ അമ്മയും മകനുമാണ്. തപസ്സികളുടെ യജ്ഞങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും ശിഥിലമാക്കുന്നത്, അശുദ്ധമാക്കുന്നത്. രാക്ഷസന്മാർക്ക് നേതൃത്വവും സഹായവും നൽകുന്നതും അവരാണ്. വിശ്വാമിത്രൻ്റെ വാക്കുകൾ രാമൻ്റെ വികാരങ്ങളെ ഇളക്കി.
ഉയർന്നു വന്ന രോഷം അടക്കി നിർത്തുവാൻ രാമന് കഴിഞ്ഞില്ല. അത്യന്തം വിനയത്തോടും ആദരവോടും കൂടി രാമൻ പറഞ്ഞു, തപസ്സികളിൽ മഹാനായവനെ, യക്ഷന്മാർ അശക്തന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനു പുറമെ താടക ഒരു സ്ത്രീയും, ദുർബല വർഗത്തിൽപ്പെട്ടവൾ. അപ്പോൾ അവൾക്ക് മുഴുവൻ ജനങ്ങളെയും ഭയവിഹ്വലരാക്കാൻ എങ്ങനെ കഴിഞ്ഞു? എവിടെ നിന്നാണ് അവൾ ഇത്രയും ശക്തി നേടിയത്? ബ്രഹ്മാവും ദേവന്മാരും അനുഗ്രഹിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ അവൾക്കെങ്ങനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞു? ഇത് കേട്ട് അത്ഭുതവും തോന്നുന്നു. ഇത് വിശ്വാസത്തിൻ്റെ സീമയ്ക്കും അപ്പുറമുള്ള എന്തോ ആണ്. വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ഞാൻ പറയാം, കേൾക്കൂ. പണ്ട് സുകേതു എന്നു പേരുള്ള ഒരു യക്ഷനുണ്ടായിരുന്നു. അദ്ദേഹം സദ്ഗുണസമ്പന്നനും അതുപോലെ പ്രതാപശാലിയുമായിരുന്നു. അവന് പിന്തുടർച്ച അവകാശിയായി സന്താനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നതിനും അവരുടെ അനുഗ്രഹം നേടുന്നതിനും വേണ്ടി കഠിനമായി തപസ് ചെയ്തു. ഒടുവിൽ ബ്രഹ്മാവ് അവൻ്റെ തപസ്സിൽ സന്തുഷ്ടനായി പ്രത്യക്ഷനായി. അവന് അസാധാരണ ബലവും സാമർഥ്യവും കൗശലവുമുള്ള ഒരു പെൺകുട്ടി പിറക്കുമെന്ന അനുഗ്രഹം നൽകി. സുകേതുവിന് ഈ അനുഗ്രഹം കിട്ടിയപ്പോൾ ഒരു ആൺകുട്ടിയെ കിട്ടിയില്ലെങ്കിലും സന്തോഷത്തിന് കുറവുണ്ടായിരുന്നില്ല. സുകേതു മടങ്ങി. വരപ്രകാരം അവനൊരു പെൺകുഞ്ഞു പിറന്നു. കുട്ടി വളരെ വേഗത്തിലും അതിശക്തിയായി വളർന്നു. അവൾ ദുർബല വർഗത്തിൽപ്പെട്ടവളാണെങ്കിലും ബ്രഹ്മാവിൻ്റെ കാരുണ്യത്താൽ അവൾക്ക് 1000 ആനയുടെ ശക്തി ഉണ്ടായിരുന്നു. യാതൊരു നിയമമോ പരിധിയോ ഇല്ലാതെ താൻ കണ്ടതെല്ലാം തൻ്റേതെന്ന പോലെ അവൾ എല്ലായിടത്തും സ്വതന്ത്രമായി സഞ്ചരിച്ചു. സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവൾ. അതുകൊണ്ട് സുകേതു അവൾക്ക് അനുരൂപനായ ഒരു വരനെ ഭർത്താവായി തിരഞ്ഞെടുക്കുന്നതിനായി പല സ്ഥലങ്ങളും അന്വേഷിച്ചു. ഒടുവിൽ അവളെ കിട്ടി. അവൻ്റെ പേര് സുജൻ. സുകേതു മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. 3 കൊല്ലങ്ങൾക്ക് ശേഷം അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാരീചൻ. അമ്മയും മകനും യുദ്ധത്തിൽ അജയ്യരായി തീർന്നിരിക്കുന്നു. സുജൻ രാക്ഷസീയമായ സാഹസിക പ്രവർത്തനങ്ങൾക്കായി മഹർഷിമാരുടെ യജ്ഞങ്ങൾ തകരാറിലാക്കാൻ ശ്രമിച്ചു. ഇത് കാരണം അഗസ്ത്യ മഹർഷിയുടെ കോപത്തിന് പാത്രമായി. അദ്ദേഹം ഈ ദുഷ്ടാത്മാവിനെ ശപിച്ചു. അതിൻ്റെ ഫലമായി അവൻ മരിച്ചു. മഹർഷിമാരുടെ യജ്ഞങ്ങൾ നിർബാധം നടക്കുകയും ചെയ്തു. പ്രതികാരമായി താടക പുത്രനോടൊപ്പം അഗസ്ത്യൻ്റെ ആശ്രമം ആക്രമിച്ചു. ഈ ആക്രമണം അഗസ്ത്യനിൽ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അദ്ദേഹം 2 പേരും രാക്ഷസന്മാരുടെ സ്ഥിതിയിലേക്ക് അധപ്പതിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ഇത് അവരെ പൂർവാധികം രോഷാകുലരാക്കി. അവർ അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞ അഗസ്ത്യൻ്റെ നേരെ ക്രോധത്തോടെ ചെന്നു. അഗസ്ത്യന് കാലവിളംബം ആപൽക്കരമാണെന്ന് തോന്നി. അദ്ദേഹം താടകയെ അവളുടെ സൗന്ദര്യം നശിക്കട്ടെ എന്നും അവൾ ഭീഭത്സരൂപിണിയായി തീരട്ടെ എന്നും ശപിച്ചു. മാത്രമല്ല അവളൊരു നരഭോജിയാകട്ടെ എന്നും മഹർഷി ശപിച്ചു. അങ്ങനെ ശപിക്കപ്പെട്ടതുകൊണ്ടൊന്നും അവൾ കീഴടങ്ങിയില്ല. പൂർവാധികം ശക്തിയോടുകൂടി ആക്രമണം തുടരുകയാണ് ചെയ്തത്. അതുകൊണ്ട് അഗസ്ത്യൻ ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി. ഈ നിരാശയിൽ ക്രുദ്ധയായ താടക അവളുടെ ഉഗ്രകോപം രാജ്യത്തിന് നേരെ തിരിച്ചു. വിളകളും തോട്ടങ്ങളും നശിപ്പിച്ചു. ഇന്ന് കാണുന്ന കൊടുങ്കാടായി ഈ നാട് മാറിയത് അങ്ങനെയാണ്. സായിറാം.